ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമിയുടെ സീസൺ 1 എപ്പിസോഡ് 2. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എത്ര ലൈക്ക് തരുന്നോ അതിനനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ, അതായത് നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ഹീറോ ആ മാജിക് ക്യൂബിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതുപോലെ ആ മാജിക് ക്യൂബ് അവനെ കുറേ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടായി കൊണ്ടുപോവാണ്. അങ്ങനെ അവസാനം വീണ്ടും അവൻ ആ ക്യൂബിനുള്ളിലേക്ക് വരികയാണ്. അങ്ങനെ ആ ക്യൂബ് വീണ്ടും അവനെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ മുകളിലായിട്ട് എയറിൽ നിർത്തുകയാണ്. നേരിലാണ് കണ്ടതും അവനാകെ പേടിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ നിലത്തേക്ക് വീഴാണ്. എന്തൊരു ഭാഗത്തുനിന്ന് അവൻ താഴത്തേക്ക് വീണില്ല. ആ ക്യൂബ് വരാണ് മാസ്റ്റർ ടെലിപ്പോർട്ടേഷൻ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിൻ്റെ എനർജി എല്ലാം ചോർന്നു പോകുന്നത്. ആ സമയത്താണ് വേറൊരു കാര്യം കൂടിയും ക്യൂബ് പറയുന്നത്, മാസ്റ്ററിന് മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. മൈക്രോവേവ് റേഡിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സ്പിരിച്വൽ ബോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവന് അവൻ്റെ സെൻസിബിലിറ്റി ഉപയോഗിച്ച് അവിടെ 15 മീറ്ററിലുള്ള എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റും. അവൻ ആ നടക്കുന്ന അവിടെ എല്ലാ കാര്യങ്ങളും, അതായത് അവിടെയുള്ള എല്ലാം അവന് കാണാൻ പറ്റും. ഒരു പൂച്ചൻ്റെ കണ്ണ് വരെ ക്ലിയറായിട്ട് അവന് കാണാം. അവൻ്റെ എനർജി എല്ലാം ചോർന്നു പോയി. അവൻ വീണ്ടും ആ ക്യൂബിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് മാസ്റ്റർ ഇപ്പോൾ ജീവനോടുള്ള എന്ന് ആ ക്യൂബ് പറയാണ്. നീയാണോ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് വാങ് ആ ക്യൂബിനോട് ചോദിക്കുകയാണ്. അവൻ ആ ക്യൂബ് അതേന്ന് പറയുന്നത് പുറത്തുനിന്ന് കേട്ടതും, നീ ആരാടാ പറഞ്ഞത് നീ എൻ്റെ ഉള്ളിലാണെന്ന്. ആ ക്യൂബ് പറയാണ്, മാസ്റ്റർ ഞാൻ മാസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നാൽ മാസ്റ്ററിൻ്റെ എനർജിയെല്ലാം ഞാൻ എടുക്കും. ഞാനും ഇല്ലാതാവും എന്ന് ആ ക്യൂബ് പറയാണ്. വാങ് നേരെ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഈ സൂപ്പർ ക്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുകയാണ്. ഈ സൂപ്പർ ക്യൂബിന് ഇവനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല, അതുപോലെ വാങ്ങിനും സൂപ്പർ ക്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല. മൊബൈൽ ഫോണിൽ ആരോ മെസ്സേജ് കണ്ട് അവനെ എടുത്ത് നോക്കുകയാണ്. അത് യാവായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ അടി കിട്ടിയ കാര്യമൊക്കെ ഓർക്കുകയാണ്. ഞാൻ ഇനിയും സ്ട്രോങ് ആയാൽ മാത്രമേ എനിക്ക് യാവോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിളിച്ചു പറയാണ് വാങ്. ബട്ട് ആ ക്യൂബ് പറയാണ്, മാസ്റ്റർ ഇപ്പോഴും വളരെ വീക്കാണ്. മാസ്റ്ററിന് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ജെംസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. വാങ് പറയാണ്, എങ്ങനത്തെ ജെംസ്? അങ്ങനെ വാങ്ങിൻ്റെ സെൻസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ക്യൂബ് ഉപയോഗിച്ചിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ അമ്മയുടെയൊക്കെ ഡാമൻറ്റും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ് ആ ക്യൂബ്. നീ എനിക്ക് പണി മേടിച്ച് തരുമോ എന്ന് വാങ് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ആ ക്യൂബ് പറഞ്ഞു, ഗാർഡനിൽ ഒരു ജെംസ് ഞാൻ ഡിറ്റക്റ്റ് ചെയ്തു എന്ന്. അവൻ അങ്ങോട്ട് ടെലിപ്പോർട്ടായി വരികയാണ്. അവനോട് അവൻ്റെ സെൻസിബിലിറ്റി ഉപയോഗിക്കാൻ വേണ്ടി ക്യൂബ് പറയാണ്. അപ്പോൾ വാങ് പറയാണ്, ഇവിടുന്നൊക്കെ എന്ത് ജെംസ് റിട്ടേണാണ്, എന്തായാലും ഇവിടെ നിന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. വാങ് അവൻ്റെ സെൻസിബിലിറ്റി ഉപയോഗിച്ചതും അവന് ഒരു മരത്തിന് താഴെയായിട്ട് ഒരു കല്ല് കാണാണ്. അവൻ എടുത്ത് പറയാണ്, ഇതൊരു ഓർഡിനറി കല്ലാണല്ലോ എന്ന്. അതിൽ നിന്ന് സ്പാർക്കും കാര്യങ്ങളൊക്കെ വരികയാണ്. അവൻ നേരെ ആ ക്യൂബിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ ആ ക്യൂബിനുള്ളിൽ കയറിയതും ആ സ്റ്റോണ് ആ ക്യൂബ് അങ്ങ് അബ്സോർബ് ചെയ്യാണ്. അവൻ ചിന്തിക്കുകയാണ്, ഇത് ശരിക്കും ഇത് കഴിച്ചോ എന്ന്. അവൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവന് ഫീൽ ആവാണ്. അവൻ്റെ കോമ്പാക്റ്റ് പവറിലേക്ക് 2 പോയിൻറ്റും അതുപോലെ തന്നെ എൻഡ്യൂറൻസിലേക്ക് 1 പോയിൻറ്റും ഈ ജെംസ് കാരണം അവന് കിട്ടുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം 8 മണിയായതും വാങ് ഉറക്കം നിന്ന് എണീക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സ്കൂളിൽ യാവോ അവനോട് താങ്ക്സ് എന്ന് പറയാണ്. എന്തിനെന്ന് വാങ്ങി ചോദിച്ചതും മറ്റൊരു പയ്യൻ പറയാണ്, നിന്നെ ഇഷ്ടമായതുകൊണ്ട് എന്ന്. അപ്പോൾ പെട്ടെന്ന് ആ നോർത്ത് സിറ്റി ഗ്യാങ് അവളുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് വാങ് എവിടെയെന്ന്. വാങ് അപ്പം തന്നെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അവർ വന്ന് വാങ്ങിനെ തരുന്നതും വാങ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്കവനെ അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ക്യൂബ് പറയാണ്, അതെ അവൻ്റെ പവർ വെറും 5 അപ്പോൾ വാങ് മതിക്കാണ്, അപ്പോൾ എൻ്റെതോ? നിൻ്റെത് 20 മാസ്റ്റർ എന്ന്. ആ ടൈമിന് സഞ്ജുൻ അങ്ങോട്ട് വന്നതും നേരെ യാവോ അവൻ്റെ അടുത്തേക്ക് പോവാണ്. നിനക്ക് എന്താണ് വാങ് മറ്റുള്ള പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. സഞ്ജു പറയാണ്, നീ പേടിക്കണ്ട, നീ വിചാരിക്കുന്ന പോലെ അവൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, അവൻ വെറും പെണ്ണുങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു പയ്യൻ മാത്രമാണെന്ന്. അപ്പം തന്നെ വാങ് അങ്ങോട്ട് വന്നിട്ട് പറയാണ്, നീ ഞങ്ങളുടെ കാര്യത്തിൽ വരാതെ ഇടപെടാൻ നിൽക്കേണ്ടെന്ന്. സഞ്ജുൻ വാങ്ങിൻ്റെ കോളർ കയറി പിടിച്ചതും വാങ് അവൻ്റെ കൈ പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. ആ ടൈമിന്
ടീച്ചർ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ ഗുണ്ടായിസാണോ എന്ന് ചോദിക്കുകയാണ്. സോ സഞ്ജുന് അപ്പം തന്നെ വാങ്ങിൻ്റെ ചെവിയിൽ പറയാണ്, നീ ഇന്ന് വൈകുന്നേരം ബാസ്കറ്റ് കോർട്ടിലേക്ക് വാ എന്ന്. സോ അപ്പം തന്നെ സഞ്ജുൻ അവൻ്റെ ടീംസുമായിട്ട് അങ്ങോട്ട് പുറത്തു പോവുകയാണ്. സോ അവിടെ നിന്ന് കട്ടായിട്ട് കാണുന്നത് ബാസ്കറ്റ് കോർട്ടാണ്. സോ അവിടെ സഞ്ജുനും അതുപോലെ അവൻ്റെ ബാക്കിയുള്ള ടീംസും അവിടെ ഉണ്ട്. സോ സഞ്ജുന് എപ്പോഴും രാവിലെ നടന്ന കാര്യം ആലോചിക്കണം, അതായത് വാങ് എങ്ങനെയാണ് ഇത്ര പവർഫുൾ ആയെന്നുള്ള കാര്യം. സോ അവരുടെ ബാസ്കറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വാങ് അങ്ങോട്ട് വരികയാണ്. എവിടെ നിങ്ങളുടെയൊക്കെ ലീഡർ സഞ്ജുൻ എന്ന് ചോദിക്കുകയാണ് വാങ്. ഞങ്ങളുടെ ലീഡറിൻ്റെ പേരെടുത്ത് വിളിക്കുന്നോ എന്ന് ചോദിച്ചൊരുത്തം പൂച്ചയ്ക്കാണ്. സോ ആ ടൈമിന് സഞ്ജുൻ അവിടെ വന്നിട്ട് നീ എന്താ ഞങ്ങളോടെ ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. സോ അപ്പോൾ വാങ് അവൻ്റെ ക്യൂബിനോട് എത്ര ടൈം കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ക്യൂബ് പറയാണ് 13 മിനിറ്റ് ഉണ്ട്. ജയിക്കാൻ തൊട്ട് ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ക്യൂബ് പറയാണ് 20%. അപ്പം തന്നെ വാങ്ങിൻ്റെ കിളി പോവാണ്. സോ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ പുറകുന്നു വേറൊരാൾ ആ ടൈമിന് വരികയാണ്. അപ്പോൾ അവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും പറയാണ്, നമ്മുടെ ലീഡറിൻ്റെ കഴിവ് നാശാക്കേണ്ട, നമ്മുടെ ഗ്യാങ്ങിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി വന്നിരിക്കുകയാണ്. സോ ക്യൂബറാണ്, ഇത് വെറും 30% പവേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ക്യൂബ് പറയുന്നുണ്ട്, നീ ഇവനെ വല്ലാതെ കുറച്ച് കാണണ്ടെന്ന്. സോ ആ മൊട്ട തലയൻ വന്നിട്ട് ഒരു ബാസ്കറ്റ് എടുത്ത് അവനെ അടിക്കാൻ വേണ്ടി വരികയാണ്. സോ അവനെ ബാസ്കറ്റ് വെച്ച് എറിഞ്ഞതും വാങ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ രണ്ടുപേരുള്ള ഫൈറ്റ് അങ്ങനെ പോവാണ്. സോ അവിടെ നിന്നിട്ടായിട്ട് യാവനാണ് കാണിക്കുന്നത്. യാവോ വാങ്ങിൻ്റെ പുസ്തകം നോക്കി വാങ് ഇപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനായിരിക്കുകയാണ്. സോ വീണ്ടും വാങ്ങിൻ്റെയും അതുപോലെ മൊട്ടത്തലേൻ്റെയും ഫൈറ്റാണ് കാണുന്നത്. സോ സഞ്ജുൻ ആ മൊട്ടത്തലനോട് അവൻ അടിച്ച് കൊല്ലാൻ പറയുന്നുണ്ട്. സോ വാങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നതും വാങ്ങിലെത്തി നിന്ന് ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ അവൻ്റെ കാല് പിടിച്ച് അവൻ്റെ ഫുൾ പവർ ഉപയോഗിച്ച് ഒരൊറ്റ അടിയും കൊടുക്കുകയാണ്. സോ അവിടെ ആ മൊട്ടത്തലയൻ തീരുകയാണ്. സോ ഇവിടുത്തെ സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ എപ്പിസോഡ് 2 അവസാനിക്കുകയാണ്. സോ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ.